നീ കാര്യം പറ. ഈ സങ്കടം ചിറ്റപ്പൻ അറിയാവുന്ന തന്നെയാ. നമ്മുടെ വർഗശത്രുവിന്റെ പരാജയം അല്ല ഇവിടെ നടന്നിരിക്കുന്നേ, വിജയ. അതില് സന്തോഷിക്കാൻ സുസ്മിത കിട്ടില്ല. എന്റെ മോളെ എന്താണെന്ന് വെച്ചാ നീ ഒന്ന് തെളിച്ചു പറ. ഇപ്പൊ വളച്ചെടുത്ത നീയാണേ. വിഷ്ണു ശാലിനി ഒന്നിച്ചതായി എനിക്ക് വിവരം കിട്ടിച്ചിട്ടപ്പ. രണ്ടുപേരും പുതുമോടികളെ പോലെ ബീച്ചിലും പാർക്കിലും ഒക്കെ കറങ്ങി നടക്കുക. രണ്ട് ധ്രുവങ്ങളിൽ ഇരിക്കേണ്ടവർ ഒന്നിച്ച് മധുവിധം ആഘോഷിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞു കേൾക്കുമ്പോ ആർക്കാ ചിറ്റപ്പ സന്തോഷം തോന്നേ? ഞാൻ സന്തോഷിക്കണമെങ്കിൽ അവർക്കിടയിൽ ഭീകരമായ പ്രശ്നങ്ങൾ ഉണ്ടാവണം, ദുരന്തങ്ങൾ സംഭവിക്കണം. ഇല്ലെങ്കിൽ ഞാൻ നീറി നീറി ചാവും. എടി അവരെ എങ്ങനെ ഒരുമിക്കാനാ എന്റെ സുസ്മിത? എടി അവരെന്നും ഇങ്ങനെ അകന്നു നിൽക്കാൻ വിധിക്കപ്പെട്ടവരാ. എടി അവന്റെ അമ്മ സത്യഭാമയില്ലേ, 4 കുറ്റി കണ്ണു ചെവിയുണ്ട്. ഇവരനങ്ങി അവരറിയും. ആ സ്ഥിതിക്ക് ഒളിച്ചല്ലാതെ ഒന്ന് മിണ്ടാൻ പറ്റുമോ എനിക്ക് തോന്നുന്നുണ്ടോ? എടി ഇപ്പം തന്നെ ആ കുട്ടിയുടെ കാര്യം. അതെ, ഒരിക്കലെങ്കിലും ഈ വിവരം സത്യഭാമയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഇവർക്ക് പറ്റില്ല. പിന്നെ അവരെങ്ങനെ ഒന്നിക്കുന്നോ നീ പറയുന്നേ? ചിറ്റപ്പ, സത്യഭാമയുടെ ജീവൻ എന്ന് പറയുന്നത് വിഷ്ണു തന്നെയാ. അവനെ ആശ്രയിച്ച സത്യഭാമയുടെ അഹങ്കാരവും ആഗ്രഹങ്ങളും നിലനിൽക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ അമ്മയ്ക്കൊപ്പം മകൻ നിൽക്കണമെങ്കിൽ അമ്മ ശാലിനിയെ അംഗീകരിച്ചേ ഒക്കൂ എന്നൊരു നിലപാട് വിഷ്ണു എടുത്ത മകന്റെ സ്നേഹം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അമ്മയ്ക്ക് അവരെ അംഗീകരിക്കേണ്ട ഒരു സാഹചര്യം വന്നാ അവരൊന്നിക്കില്ലേ? നമ്മൾ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന ഈ ലക്ഷ്മണരേഖ മറികടക്കാൻ അവർക്ക് കഴിഞ്ഞ അവര് ജയിക്കും, അവരൊന്നിക്കും. ചിറ്റപ്പ, അവരൊന്നിച്ച ഞാൻ ആണയിട്ട് പറയാ, പിന്നെ ഈ സുസ്മിതയില്ല. ശരി മോളെ, വരട്ടെ. നീ കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വരട്ടെ. എടി നമ്മളൊപ്പം അവിടുത്തെ വാൽഭാഗം ഉണ്ടല്ലോ, അവശേഷിക്കുന്ന അവശിഷ്ടമെന്ന് കരുതി പുറന്തള്ളിയ പുറമ്പോക്ക്